അവർക്ക് വേണമെങ്കിൽ ഒരു മാസം മുന്നേ ഇത് ആളുകൾക്ക് കൊടുക്കാമായിരുന്നു, തുറന്ന് താക്കോൽ ദാനം നിർവഹിക്കാമായിരുന്നു. ഇലക്ഷൻ വലിയ വാർത്തയാവുമായിരുന്നു. എല്ലാ തരത്തിലും ലീഗിനത് രാഷ്ട്രീയപരമായി ഗുണം ചെയ്തേനെ. പക്ഷേ അത് ചെയ്തില്ല എന്നുള്ളതാണ്. ഇലക്ഷന് മുന്നേ അവരത് ചെയ്തില്ല. ലീഗിൻ്റെ വീട് അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുകയും എന്നാൽ കോൺഗ്രസിൻ്റെ വാഗ്ദാനം അനുസരിച്ചിട്ടുള്ള വീട് ചിത്രത്തിൽ മാത്രമാവുകയും ചെയ്യുന്ന സമയത്ത് അത് കോൺഗ്രസിന് വലിയ രീതിയിലുള്ള തിരിച്ചടിയാവും. കേരളത്തിലെ ജനതയ്ക്ക് കൊടുത്ത സന്ദേശമാണ്, ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, ഞങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിന് കൃത്യതയുണ്ടാവും എന്നുള്ളൊരു വ്യക്തതയാണ് ശരിക്കും ഇന്ന് കുഞ്ഞാലിക്കുട്ടി വരുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ലീഗിൻ്റെ വീട് ഇന്നവിടെ എല്ലാവർക്കും തുറന്നു കൊടുക്കുന്ന സമയത്ത് ഈ വാർത്ത ഒന്ന് മാറും. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി വരും ദിവസങ്ങളിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്കൊക്കെ അപ്പുറത്തായിട്ട് കോൺഗ്രസ് നൽകിയ വാഗ്ദാനം അനുസരിച്ചുള്ള വീടുകൾ എവിടെ എന്നുള്ള രീതിയിലേക്ക് ചർച്ചകൾ വഴിമാറാനായിട്ട് സാധ്യതയുണ്ട്. രാജേഷ് നമസ്കാരം. നമസ്കാരം. രാജേഷ്, നമ്മുടെ വയനാട്ടിലെ ലീഗിൻ്റെ മതേതര വീടുകൾ ഇന്ന് എല്ലാവർക്കുമായി സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലീഗിനെ ഈ ഒരു കാര്യത്തിൽ നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. നമ്മൾ പലരും വിചാരിച്ചിരുന്നു വേറെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ അവിടെ പൂജ നടത്താനൊന്നും സമ്മതിക്കരുത്. പക്ഷേ എല്ലാ മതത്തിൽപ്പെട്ട ആളുകൾക്കും അവരവരുടെ മതാചാരപ്രകാരം പൂജകൾ നടത്തി, അല്ലെങ്കിൽ വെഞ്ചിരിപ്പ് നടത്തി, അല്ലെങ്കിൽ മറ്റു പ്രാർത്ഥനകളൊക്കെ നടത്തി ആ വീടിനകത്ത് പാല് കാച്ചാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം മുസ്ലിം ലീഗ് ഒരുക്കി കൊടുക്കുമ്പോൾ മുസ്ലിം ലീഗ് വീണ്ടും അവരുടെ ഒരു രാഷ്ട്രീയ സാന്നിധ്യം അല്ലെങ്കിൽ ഒരു സാമൂഹിക പ്രതിബദ്ധത അത് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. എന്താണ് പറയാനുള്ളത്? ലീഗിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ലീഗ് ചെയ്യാൻ പറ്റുന്നതേ പറയുള്ളൂ, പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി ചെയ്യും. അതാണ് ലീഗിൻ്റെ പ്രത്യേകത. കോൺഗ്രസുകാരുടെ വരെയല്ല. അല്ലല്ല, അവർ 101 വീടാണ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. സർക്കാരിൻ്റെ പദ്ധതിയിൽ ചേരാത്തവർ, സർക്കാർ പദ്ധതിയിൽ ലേറ്റായി പോകും അല്ലെങ്കിൽ അത് ഡിലേ ആവും എന്നുള്ളൊരു തോന്നൽ വന്നപ്പോഴാണ് ലീഗിൻ്റെ പദ്ധതിയിലേക്ക് കുറേ ആൾക്കാർ മാറിയത്. 101 പേർക്ക് അവർ വീട് കൊടുക്കാൻ തീരുമാനിക്കുന്നു. അതിൻ്റെ ആദ്യഘട്ടം എന്നുള്ളതിൽ അവർ 51 വീടുകളുടെ പണി പൂർത്തിയാക്കി. അത് ഈ സർക്കാർ ഇതുപോലെ വലിയ ആഘോഷമായിട്ടല്ല ചെയ്യുന്നത്. ഓരോ ആളുടെയും സ്വകാര്യത മാനിച്ചുകൊണ്ട് അവർക്ക് അവരുടെ വീട്ടിൽ എന്താണ് ചെയ്യാൻ പറ്റുന്നത്, അവരുടെ ഹിന്ദുക്കളാണെങ്കിൽ ഹിന്ദു ആചാരപ്രകാരമുള്ള ചടങ്ങുകളൊക്കെ നടത്തിയിട്ടാണ് വീട്ടിൽ കയറി താമസം തുടങ്ങുന്നത്. അത് മാതൃകാപരമാണ് എന്നത് മാത്രമല്ല, ശരിക്കും കേരളത്തിൻ്റെ ഈ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി ലീഗ് കാണിച്ചിരിക്കുന്ന ഒരു മഹാമനസ്കത എല്ലാ തരത്തിലും അത് ശ്രദ്ധേയമാണ്. ലീഗുകാർ കാണിച്ച ഈ ഒരു വലിയ മഹാമനസ്കതയ്ക്ക് അവരോട് എപ്പോഴും കേരളം ഒന്നടങ്കം നന്ദി പറയേണ്ടിയിരിക്കും. എനിക്കത് KM ഷാജി ഇടയ്ക്ക് നടത്തിയ ചില പ്രസ്താവനകളൊക്കെ മുസ്ലിം ലീഗിന്റെ മതേതര സ്വഭാവത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്കൊക്കെ പോയിരുന്നു. അല്ല, അത് KM ഷാജി പക്ഷേ തീവ്രവാദിയാണ്. അല്ല, KM ഷാജിയുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റുകളെ ഒക്കെ മറികടക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു നന്മയുടെ പ്രവൃത്തിയാണ് വയനാട്ടിൽ നടന്നിരിക്കുന്നത് എന്നുള്ള സംശയം. ലീഗ് എല്ലാ കാലത്തും നമുക്കറിയാം, ലീഗ് ഇത്തരം കാര്യങ്ങളിൽ ഒരിക്കലും അത്തരത്തിലുള്ള ഇടുങ്ങിയ മനസ്ഥിതി ഉണ്ടാവാറില്ല. അവർ വളരെ വിശാല മനസ്കരാണ് ഇത്തരം കാര്യങ്ങളിൽ. ഈ പ്രത്യേകിച്ചിട്ടും ഈ സന്നദ്ധ സേവനങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ, ലീഗ് പണം സ്വരൂപിക്കുന്ന കാര്യത്തിലും അത് കൃത്യമായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യത്തിലും പിന്നീട് ഒരിക്കലും എന്തെങ്കിലും ചിഹ്നങ്ങളൊന്നും വെച്ചിട്ടല്ല അവർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവർ ഗൾഫിൽ നടക്കം വ്യവസായികൾക്ക് നടക്കം പണം സ്വരൂപിച്ചാണ് ഈ 1ാം ഘട്ട പണി പൂർത്തിയാക്കിയിരിക്കുന്നത്. നല്ല വീടാണ് ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് 1060 സ്ക്വയർ ഫീറ്റുള്ള 3 ബെഡ്റൂമും ഒക്കെ ആയിട്ടുള്ള നല്ല വീടാണ്. അവർക്ക് ഫർണിച്ചർ അടക്കം കൊടുത്തിട്ടുണ്ട്, വീട്ടുപകരണങ്ങൾ അടക്കം കൊടുത്തിട്ടാണ് ഒരാൾക്ക് വെറും കൈയോടെ വന്ന് അവിടെ കയറി താമസിക്കാൻ പറ്റുന്ന രീതിയിലാണ് അവർ സൗകര്യമായിരിക്കുന്നത്. പിന്നെ ഞാൻ അതിൽ കണ്ട ഒരു ഏറ്റവും വലിയ പ്രത്യേകത, അവർക്ക് വേണമെങ്കിൽ ഒരു മാസം മുന്നേ ഇത് ആളുകൾക്ക് കൊടുക്കാമായിരുന്നു, തുറന്ന് താക്കോൽ ദാനം നിർവഹിക്കാമായിരുന്നു. ഇലക്ഷൻ വലിയ വാർത്തയാവുമായിരുന്നു. എല്ലാ തരത്തിലും ലീഗിനത് രാഷ്ട്രീയപരമായി ഗുണം ചെയ്തേനെ. പക്ഷേ അത് ചെയ്തില്ല എന്നുള്ളതാണ്. ഇലക്ഷന് മുന്നേ അവരത് ചെയ്തില്ല. കാരണം അതിലൂടെയുള്ള വോട്ട് വേണ്ട, അതിലൂടെയുള്ള പബ്ലിസിറ്റി വേണ്ട എന്ന് ലീഗ് നേതൃത്വം തീരുമാനിച്ചത് എന്തായാലും ശ്ലാഘനീയമാണ് എന്ന് തന്നെ പ്രത്യേകിച്ച് പറയേണ്ടതുണ്ട്. ലീഗ് അങ്ങനെ തീരുമാനമെടുക്കേണ്ട മറ്റൊരു കാരണങ്ങൾ കൂടിയുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലീഗിൻ്റെ വീട് അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുകയും എന്നാൽ കോൺഗ്രസിൻ്റെ വാഗ്ദാനം അനുസരിച്ചിട്ടുള്ള വീട് ചിത്രത്തിൽ മാത്രമാവുകയും ചെയ്യുന്ന സമയത്ത് അത് കോൺഗ്രസിന് വലിയ രീതിയിലുള്ള തിരിച്ചടിയാവും. തീർച്ചയായും. ഇപ്പൊ തന്നെ ലീഗിന്റെ നേതാക്കന്മാർ ഇന്ന് ഇപ്പൊ കുഞ്ഞാലിക്കുട്ടിയൊക്കെ പറഞ്ഞ ഒരു വാക്കുണ്ട്, ലീഗാണ് പറഞ്ഞത്, അതുകൊണ്ട് ലീഗിൻ്റെ വാക്കൊരിക്കലും പൊള്ളയാവില്ല. ലീഗ് സത്യസന്ധമായി മാത്രം ഓരോ വിഷയത്തെയും നേരിടുകയും അത് കൃത്യമായി കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു. പാണക്കാട് തങ്ങൾ കുടുംബത്തിന് ഒരു വലിയ സ്വീകാര്യതയുണ്ട് ഈ നാട്ടിൽ. അതൊരിക്കലും മോശമാവാൻ പാടില്ല എന്ന് നമുക്ക് നിർബന്ധമുണ്ടായിരുന്നു.
അപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നത് ആരാണ് ഈ വീട് ഈ രീതിയിലൊക്കെ ഡിസൈൻ ചെയ്ത് ആരുടെ ബുദ്ധിയാണിത്? കാരണം ഇപ്പോൾ കൊടുത്തിരിക്കുന്ന വീടിന് വേണമെങ്കിൽ അവർക്ക് പിന്നീട് ഭാവിയിൽ അവർക്ക് അപ്സ്റ്റെയറും കൂടി ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെയുള്ള ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. ആരാണ് ഇത്രയും വിശാലമായി ചിന്തിച്ചത് എന്ന് ചോദിക്കുക പറയുന്നുണ്ട്. ഇത് പാണക്കാട് കുടുംബമാണ് ഇതിൻ്റെയൊക്കെ പിറകിൽ. അത് ഒരിക്കലും അതൊരു പിന്നീട് അത് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതിയിലല്ലല്ലോ നമ്മൾ ചെയ്യേണ്ടത് എന്ന് കുഞ്ഞാലിക്കുട്ടി പറയുന്നുണ്ട്. അപ്പോൾ പാണക്കാട് കുടുംബം നൽകിയ ഉറപ്പാണ്. ആ ഉറപ്പ് പാലിക്കുക എന്നുള്ളത് ലീഗിൻ്റെ ഓരോ ലീഗുകാരൻ്റെയും ധാർമ്മികതയാണ് എന്നും അതുകൊണ്ട് ഞങ്ങൾ കോൺഗ്രസ്സുകാരെ പോലെയല്ല, ഞങ്ങൾ പറഞ്ഞാൽ അത് കൃത്യമായി ചെയ്യും എന്നുള്ളതാണ്, പറയാതെ പറയാണ്. രാജേന്ദ്രൻ, വേറൊരു കാര്യം കൂടിയുണ്ട്. കാരണം ഈ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഈ UDF-നകത്ത് മുഖ്യമന്ത്രി ചർച്ച ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ലീഗിൻ്റെ വീട് ഇന്നവിടെ എല്ലാവർക്കും തുറന്നു കൊടുക്കുന്ന സമയത്ത് ഈ വാർത്ത ഒന്ന് മാറും. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി വരും ദിവസങ്ങളിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്കൊക്കെ അപ്പുറത്തായിട്ട് കോൺഗ്രസ് നൽകിയ വാഗ്ദാനം അനുസരിച്ചുള്ള വീടുകൾ എവിടെ എന്നുള്ള രീതിയിലേക്ക് ചർച്ചകൾ വഴിമാറാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അതൊരു വലിയൊരു ചർച്ചയാക്കിക്കൊണ്ട് മറ്റ് ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ രംഗത്ത് വരുമോ, അല്ലെങ്കിൽ BJP പോലുള്ള പാർട്ടികൾ രംഗത്ത് വരുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം അത് ചർച്ചയാകേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തൊക്കെയാണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇത്രയധികം കോടികൾ പിരിച്ചെടുത്തതിന് ശേഷവും ലീഗിനേക്കാളൊക്കെ 2 ഇരട്ടി ആൾബലമുള്ള, 2 ഇരട്ടിയല്ല, ദേശീയ തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 100 ഇരട്ടിയോളം വലിപ്പമുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. അല്ല, BJPക്കും അതിൽ ഒന്നും പറയാൻ പറ്റില്ല. കാരണം BJP ഒന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് വാങ്ങിച്ചെടുക്കാൻ ഒന്നും ഈ BJP നേതൃത്വം ഒരു ശ്രമവും നടത്തിയില്ല എന്നതും കൂടി അവിടെ ഇതിൻ്റെ കൂടെ കൂട്ടി വായിക്കേണ്ടതുണ്ട്. അപ്പം പലതരത്തിലുള്ള ആരോപണങ്ങൾ വന്നിരുന്നു. നമുക്കറിയാം, കേന്ദ്ര സർക്കാരിൽ വലിയ സമ്മർദ്ദങ്ങളൊക്കെ ചെലുത്തി, പല നേതാക്കന്മാർ സമ്മർദ്ദം ചെലുത്തി, സർക്കാർ നിരന്തരമായി കത്തയക്കുകയും സമ്മർദ്ദം ചെലുത്തുകയൊക്കെ ചെയ്തെങ്കിൽ പോലും അത്തരത്തിലുള്ള ഒരു നല്ലൊരു സമീപനമായിരുന്നില്ല BJPയുടേത്, അല്ലെങ്കിൽ BJP നേതൃത്വം കൊടുക്കുന്ന സർക്കാരിൻ്റെ എന്നും കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ കൂട്ടി വായിക്കേണ്ടതുണ്ട്. അപ്പോൾ ലീഗ് എന്ന് പറയുന്നത് ഒരു ഇന്ത്യയിലെ വലിയ പാർട്ടിയല്ല, കേരളത്തിൽ തന്നെ ഒരു പ്രാദേശിക പാർട്ടിയാണ്. മറ്റു സ്ഥലങ്ങളിലൊക്കെ ഡൽഹിയിലൊക്കെ പോയി ഓഫീസ്, ദേശീയ നാഷണൽ കമ്മിറ്റി ഓഫീസൊക്കെ ഉണ്ട്. മാത്രമല്ല അവർക്ക് തമിഴ്നാട്ടിലൊക്കെ ആൾക്കാരുണ്ട്. പക്ഷെ എങ്കിൽ പോലും അവർ ഇന്ത്യയിൽ ആകമാനം വലിയ സമ്പന്നമായ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു പാർട്ടിയല്ല. എന്നിട്ട് പോലും അവർ അവരുടെ കഴിവിന്റെ പരമാവധി കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക സോഴ്സുള്ള ഒരു പാർട്ടി അല്ല, അത് ഉണ്ട് എന്ന് കരുതിയിട്ട് ഇപ്പൊ ലീഗുകാര് 101 വീട് വെച്ചു കൊടുത്തില്ലെങ്കിൽ ആരും ലീഗിന് ഒന്നും പറയാൻ പോകുന്നില്ല. അവർക്ക് വേണമെങ്കിൽ ഒരു 10 വീട് മാത്രം ഏറ്റെടുത്ത് വേണമെങ്കിൽ ചെയ്തു കൊടുത്താൽ പോലും അവരുടെ പ്രവർത്തനം ശ്ലാഘിക്കപ്പെടും എന്നുള്ള തരത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ അവർ 101 വീട് അവർ ഏറ്റെടുക്കുന്നു, അത് പൂർത്തിയായി കൊടുക്കുന്നു, അത് നല്ല നിലയിൽ പൂർത്തിയായി കൊടുക്കും. ഇപ്പോൾ സർക്കാർ കൊടുത്ത വീട്ടിലൊന്നും ആരും കയറി താമസിച്ചിട്ടില്ല. അത് അന്ന് തെരഞ്ഞെടുപ്പിന് മുന്നേ അവർ താക്കോൽദാനൊക്കെ നൽകി ആഘോഷപൂർവ്വം. കാരണം സർക്കാർ ഇനി വേറൊരു സർക്കാർ വരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ താക്കോൽ കൊടുക്കാൻ വേണ്ടി ഈ സർക്കാരിൻ്റെ ഈ മന്ത്രിമാർക്കോ മുഖ്യമന്ത്രിയൊക്കെ ഒന്നും പങ്കെടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവരുതെന്ന് കരുതി സർക്കാർ നേരത്തെ താക്കോലൊക്കെ കൊടുത്തു എന്നല്ലാതെ അവർക്ക് അവിടെ കയറി താമസിക്കാൻ ആർക്കും പറ്റില്ല. പക്ഷേ ലീഗ് കൊടുക്കുന്ന ഈ 51 വീടിൽ ഇത് ഇന്ന് തൊട്ട് താമസം തുടങ്ങുകയാണ്. എല്ലാ സൗകര്യങ്ങളും പൂർത്തീകരിച്ചതിന് ശേഷമാണ്. അപ്പോൾ വേണമെങ്കിൽ സർക്കാരിന് ഇതേ സ്പീഡിൽ തന്നെ ചെയ്തു കൊടുക്കാമായിരുന്നു. കോൺഗ്രസിന് നമ്മൾ ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ചിത്രത്തിൽ മാത്രമല്ല. ഇതിനകത്തുനിന്ന് വേറൊരു കാര്യം കൂടി വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. അതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലീഗ് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന പാർട്ടിയാണ്. അപ്പോൾ ആ പാർട്ടിക്ക് വേണമെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവാനും കഴിയും എന്നും കൂടി പറയാതെ വേണമെങ്കിൽ അല്ല, ലീഗ് മുഖ്യമന്ത്രി സ്ഥാനമൊന്നും ഒരിക്കലും അങ്ങനെ ആവശ്യപ്പെടാൻ സാധ്യതയില്ല. മാത്രമല്ല അതും തമ്മിൽ അങ്ങനെ ബന്ധമില്ല. പക്ഷേ ലീഗ് പറഞ്ഞൊരു സംഭവം എന്ന് പറഞ്ഞാൽ ലീഗ് നേരും നെറിയുമുള്ള ഒരു പാർട്ടിയാണ് എന്നുള്ളതാണ്. ശരിക്കും അത് കോൺഗ്രസിന് നൽകിയ സന്ദേശമാണ്, കേരളത്തിലെ ജനതയ്ക്ക് കൊടുത്ത സന്ദേശമാണ്. ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, ഞങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിന് കൃത്യതയുണ്ടാവും എന്നുള്ളൊരു വ്യക്തതയാണ് ശരിക്കും ഇന്ന് കുഞ്ഞാലിക്കുട്ടി വരുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ലീഗ് ആർക്കെങ്കിലും കൃത്യമായിട്ട് അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ലക്ഷ്യമിട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് നടപ്പിലാക്കിയിരിക്കും, നേടിയിരിക്കും എന്ന് തന്നെയാണ് ഇന്ന് പറയാതെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ വരാനിരിക്കുന്ന വലിയ ചർച്ചകളും പ്രതിസന്ധികളൊക്കെ ഉണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ആ സമയത്ത് ലീഗ് വളരെ കൃത്യമായൊരു നിലപാട് സ്വീകരിക്കും എന്നത് തന്നെയാണ് ഇന്ന് കുഞ്ഞാലിക്കുട്ടി വളരെ വ്യക്തതയോടുകൂടി പറഞ്ഞിരിക്കുന്നത് നമ്മൾ കാണേണ്ടതുണ്ട്. വാർത്താമാധ്യമങ്ങൾ സൃഷ്ടിക്കുന്നതൊന്നും അല്ല നടക്കാൻ വേണ്ടി പോകുന്നത്. അല്ല, നമ്മൾ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പറയേണ്ട സമയത്ത് പറയേണ്ട ഇടത്ത് പറയേണ്ടതുപോലെ പറയും എന്നും
വ്യക്തമായ നിലപാടുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്നും. അതുകൊണ്ട് അവ്യക്തത ഒന്നും നമ്മുടെ രാഷ്ട്രീയ നിലപാടിൽ ഇല്ല എന്നത് കൃത്യമായി പറയുകയാണ് കുഞ്ഞാലിക്കുട്ടി ഇന്ന് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ലീഗ് ഈ കാണിച്ചിരിക്കുന്ന വയനാട്ടിലെ ദുരന്തബാധിതർക്ക് സ്വന്തമായി കയറിക്കിടക്കാൻ വേണ്ടി ഒരു വീട്, അവർ ഏതാണ്ട് 2 വർഷമാവാൻ പോവുകയാണ്. ദുരന്തത്തിലകപ്പെട്ട് അവർ നിരാലംബരായി കഴിയുകയാണ്. അവർക്ക് സ്വന്തം എന്ന് പറയാൻ ഒന്നുമില്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അവർക്കിതാ ഇപ്പോൾ കിടന്നുറങ്ങാൻ വേണ്ടി ഒരു സ്വന്തം വീട് ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് ഓരോ കേരളീയനും അഭിമാനിക്കാവുന്ന രീതിയിലാണ് ലീഗ് പ്രവർത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ലീഗിൻ്റെ ഇതിനു വേണ്ടി പ്രവർത്തിച്ച ഓരോ നേതാക്കന്മാർക്കും, ലീഗിൻ്റെ എല്ലാ നേതാക്കന്മാർക്കും അഭിനന്ദനങ്ങൾ ചൊരിയേണ്ടതുണ്ട് ഈ അവസരത്തിൽ. അത് രാഷ്ട്രീയം ഒന്നും നോക്കാതെ തന്നെ കേരള ജനത അവർക്ക് അഭിനന്ദനങ്ങൾ കൈമാറേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം.